എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും സിയ ട്രഡീഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഓർഗൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു ചെറിയൊരു ബലൂൺ ടൈപ്പ് പോലെ ഒരു കോട്ട് മോഡലാണ് അടിക്കുന്നത്. നമുക്ക് ഫ്രോക്കിൻ്റെ മേലെ കൂടെ ആയാലും ചുരിദാറിൻ്റെ ആയാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബലൂൺ ടൈപ്പ് പൊന്തി നിൽക്കണ ഈ വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗൻസയുടെ ഒരു 1.25 മീറ്റർ 1.5 മീറ്റർ ഉണ്ട്. 1.5 മീറ്റർ ക്ലോത്താണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് അതിൻ്റെ നമുക്ക് കിട്ടേണ്ട വിഡ്ത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. തയ്യൽ തുമ്പ് അടക്കം കൂട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കോട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 17 എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ഒരു 18 മാർക്ക് ചെയ്ത് നിർത്താം. ഇത് ഓർഗൻസ് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോഴേ ഒന്ന് മടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. തെന്നിയൊക്കെ പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ എത്ര ക്ലിയർ ആക്കി ഇട്ടാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീങ്ങി നിൽക്കും. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ തെന്നി പോണത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറും നെക്കും മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്കാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഞാൻ 3 തന്നെയാണ് എടുത്തേക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3, നെക്ക് ലെങ്ത്ത് 3.5 മാർക്ക് ചെയ്തേക്കുന്നത്. അത് നമുക്ക് സാധാരണ യു പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. നെക്കുമ്പോൾ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ചെരിച്ച് ഒരു കട്ടിങ് കൊടുത്തിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് ഒരു 4.5 എടുക്കുന്നത്. കാരണം ഇത് ഫ്രണ്ടും ബാക്കും 3.5 ലെങ്ത്ത് എടുത്തേക്കണം. അതുകൊണ്ട് നെക്കിന് എടുത്തേക്കണം. അതുകൊണ്ടാണ് കുറച്ച് കൂട്ടി എടുത്തേക്കുന്നത് ഷോൾഡർ. അപ്പോൾ 4.5 മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒരു സ്ലോപ്പിങ് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ഒരു 6.5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആം ഹോൾ ഒരു 1.5 ഇഞ്ചിൽ ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് കൊടുക്കാം. ആം ഹോളിൻ്റെ പകുതി ലെങ്ത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സി പോലെ ഒന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. ഇത് അടിഭാഗം അലാസ്റ്റിക് ആണ് വെക്കുന്നത്. മടക്കി വെച്ചിട്ട് സ്ട്രിപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് കയറ്റിയിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രില്ലായിട്ട് അടിയിൽ നിൽക്കുകയും ചെയ്യും, ഒന്ന് പൊന്തി നിൽക്കുകയും ചെയ്യും. ഇതിനിപ്പോൾ ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 8.5 എടുത്തേക്കുന്നത്. ചെസ്റ്റ് സൈസ് 8.5 മാർക്ക് ചെയ്യുക. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. അടിയിൽ ഞാൻ വേസ്റ്റിൻ്റെ ഭാഗം ആ ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം അതൊരു ടോപ്പ് കോട്ടായിട്ട് ഇങ്ങനെ നിൽക്കണത് കൊണ്ട്. അപ്പം ഞാൻ അടിയിലേക്ക് എടുത്തേക്കാണ്. അടിയിൽ അതിൻ്റെ കിട്ടുന്ന വിഡ്ത്ത് ഫുള്ളും എടുത്ത് മാർക്ക് ചെയ്തേക്കാണ്. നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ ചുരുക്ക് വരുമല്ലോ, അപ്പോൾ അത് ഫുള്ളും നമുക്കതങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നെക്കും ആമിൻ്റെ അവിടെയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് തന്നെ ബാക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കൈക്കുഴിയൊക്കെ കൊടുക്കണം. ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല. അത് നമുക്ക് ബാക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടിയെടുക്കണം. ഇനി ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 3 ഇഞ്ച് ലെങ്ത്തിലേക്ക് തന്നെ താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ് ചെയ്താലും മതി. ഞാനൊന്ന് മാർക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. നമുക്ക് ബാക്കിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ ആ പാർട്ട് ഇതുമ്പോൾ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നെക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ സെയിം തന്നെയാണ്. ബാക്കും ഒരേപോലെ തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടിയിലെ ലെങ്ത്തും കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിന്റെ ലൂസ് അളന്നെടുത്തിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിന്റെ ലൂസ് വരുന്നത് നമുക്ക് 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. സ്ലീവിന്റെ ലൂസ് 8.5ലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് നിർത്താം. ഇനി സ്ലീവിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിന്റെ ലെങ്ത് ഒരു 16.5 17ലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. 16.5ലേക്കാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്കതിനെ ഒരു 3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് നമുക്കത് സ്ലീവിന്റെ ആമിന്റെ ആ ഭാഗത്തെ കർവ് കൊടുക്കണം. അതിനൊരു ഷേപ്പിലാക്കി ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ അതിന്റെ സ്ലീവിന്റെ ഓപ്പണിംഗ് ഭാഗം ഞാൻ കറക്റ്റ് അളവല്ല എടുക്കുന്നത്. കാരണം അത് കുറച്ച് നീക്കിയിട്ട് എടുക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്ലീവ് രണ്ട് ഭാഗവും ഫ്രില്ലാണ് വരുന്നത്. അപ്പോൾ മേലത്തെ ഭാഗവും ഫ്രില്ലാണ്. അപ്പോൾ അതൊരു 3 ഫ്രില്ല് പോലെ ഒരു ചുരുക്ക് പോലെ ഇട്ട് കൊടുത്താൽ ഒന്ന് പൊന്തി നിൽക്കും. അതേമാതിരി തന്നെ സ്ലീവിന്റെ തുമ്പും ചുരുക്കിട്ടിട്ട് അതിന്റെ മേലെ ഒരു പട്ട വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് 8.5 എന്നുള്ള ഇതിനകത്ത് കുറച്ചും കൂടി നീക്കിയിട്ടിട്ട് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 8.5ലേക്ക് തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല. കാരണം അവിടെ ചുളുക്ക് ഇട്ട് ചെയ്യണം. അപ്പം അത് ആ ചുളുക്കിട്ട് കഴിയുമ്പോൾ ചുരുക്കിട്ട് കഴിയുമ്പോൾ 8.5 ഇഞ്ചിലേക്ക് വരണമെന്ന് മാത്രം. നമുക്ക് സ്ലീവിനുള്ളത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ നെക്കിൽ കൊടുക്കേണ്ട ഫ്രില്ലിനുള്ള ഭാഗമാണ് ഇപ്പൊ കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൈപ്പിംഗ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇറക്കി വിട്ടിയല്ലോ നെക്ക് രണ്ട് ഭാഗവും. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഉള്ളിൽ നിന്ന് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ക്രോസ് പീസ് വേണമെന്നില്ല, സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് ആയാലും മതി. കാരണം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഞാൻ 2 പീസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് നമുക്കൊന്ന് ഞെറിയിട്ടിട്ട് നെക്കിൽ വെച്ച് അടിക്കാനുള്ളതാണ്. ഈ 2 പീസും കൂടി നമുക്ക് കൂട്ടി ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഞെറിയിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. 2 ഭാഗം ഫ്രണ്ടും ബാക്കും നമ്മൾ ഞെറി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഓരോ വിടത്തിൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ തുമ്പത്ത് നമ്മൾ ഞെറിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു പട്ട പോലെ വെക്കാനാണ് നമുക്ക് ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടി ലെങ്ത് എടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഒരു 4.5 5 ഇഞ്ച് വീതിയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മടക്കി ഒപ്പം വെച്ചൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്നും കൂടി മടക്കിയിട്ട് വേണം നമുക്ക് സ്ലീവ് മടക്കി വലിച്ച് അതിൻ്റെ അരികു അടിച്ച് ചേർത്തിട്ട് വേണം സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഫ്രില്ലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
നേരത്തെ ഫ്രണ്ട് ഭാഗം ഒരു 3.5 ഇഞ്ചിൽ ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് അവിടെ നിന്ന് ഒരു ഓപ്പണിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് ഒന്ന് അടിച്ചെടുക്കുക. 4 സൈഡല്ല, 2 സൈഡ് 3 സൈഡായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതുമ്മ വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് കഴുത്തിക്കൂടെ നെക്കിക്കൂടെ അത് കടത്താനായിട്ട് സിമ്പിളായിരിക്കും. ഇവിടെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്ക് ആ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് 4 ഇഞ്ച് അകലത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ടിങ് കൊടുത്താൽ മതി. കാരണം തുണി ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തും കിട്ടില്ല, തെന്നി പോണ തുണിയാണത്. എന്നിട്ട് ഇടയ്ക്ക് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് അംബ്രല്ല ചുരിദാറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷെയ്ഡ് വരുമ്പോൾ ഭംഗി ഉണ്ടാവും. അത് കോട്ട് പോലെ ഉപയോഗിക്കുമ്പോൾ ഭംഗി ഉണ്ടായി നിൽക്കും. ഞാൻ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം മുമ്പത്തേന് കുറേ അംബ്രല്ല ടോപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഫുൾ ഫ്ലെയറും ഹാഫ് ഫ്ലെയറൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ ഞെറിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ലൂപ്പ് വെച്ച് ഒരു ബട്ടൺ പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ഒന്ന് തുന്നി കൊടുത്താലും മതി, സ്റ്റിച്ച് ചെയ്ത് നിർത്തണമെന്നില്ല. നമുക്ക് അതിൻ്റെ ലൂപ്പ് അടിക്കാനായിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ലൂപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗം എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി അടിച്ച് മറിച്ചെടുക്കുക. ഒരു 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് ആ ലൂപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ഒപ്പം ഷോൾഡർ നമുക്ക് കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് വെച്ച് നോക്കിയിട്ട് എക്സ്ട്രാ നീങ്ങിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് അയൺ ചെയ്യണം. ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്തിട്ട് അയൺ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നിൽക്കും. കാരണം ഇത്തിരി ഒന്ന് തെന്നി പോകുന്നുണ്ട്. ഓർഗൻസ് തന്നെ പല ടൈപ്പിലുണ്ടല്ലോ. ഇതൊന്ന് സ്റ്റിഫായി നിൽക്കുന്ന തുണിയാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് തെന്നിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണമൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ ഇട്ടില്ല എന്ന് മാത്രമാണ്. ഇനി നമുക്ക് ആ ക്രോസ് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് നെക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അടിച്ചെടുക്കാം, മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രോസ് പീസായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നെക്കുമ്പോൾ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഉൾ സൈഡിൽ നിന്ന് പൊട്ട വശത്തു നിന്നാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. രണ്ടാക്കി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത്
നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതൊന്ന് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. എന്നിട്ടാണ് നല്ല ഭാഗത്തേക്ക് ഒന്ന് നമുക്ക് മറിച്ചടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ കറക്റ്റ് ഷേപ്പിന് നമുക്ക് ആ നെക്കിൻ്റെ ആ ഷേപ്പ് തന്നെ കറക്റ്റ് കിട്ടും. ചിലപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് പതിച്ചടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം ഇടയ്ക്ക് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ എന്നിട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നല്ല പുറത്തിട്ടൊക്കെ ഇട്ട് അത് നമുക്കൊന്ന് മറിച്ച് അതിൻ്റെ മേലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഒന്ന് കൊടുക്കാം. മേലെ ടോപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതിച്ചടിച്ചതിൻ്റെ ഭാഗത്തല്ല, അതിങ്ങോട്ട് ഇപ്പുറത്തേക്ക് നീങ്ങിയിട്ട് നമുക്ക് അതുമ്മ ജോയിൻ ചെയ്യണ ഭാഗത്തേക്ക് നല്ല പുറത്ത് നമ്മൾ വെച്ച് വരുമ്പോൾ ജോയിൻ ചെയ്യണ ആ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ അറ്റത്തേക്ക് കൂടെ ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അറ്റത്ത് വരുമ്പോൾ നമ്മൾ അതുമ്മ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ വെക്കുന്ന ബട്ടണിൽ കിടക്കാൻ പാകത്തിനുള്ള ഒരു ലൂപ്പ് വെച്ച് കൊടുക്കും. പിന്നെ 2 ഇഞ്ച് വീതിയിലാണ് നീളത്തിലാണ് ആ ലൂപ്പ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇപ്പുറത്ത് നമുക്കൊരു ബട്ടൺ കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടി വെച്ച ആ സ്ട്രിപ്പ് എടുത്ത് കൂട്ടി യോജിപ്പിച്ച് നമുക്കതൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ അറ്റം വെച്ച് രണ്ടാക്കി മടക്കി ഒന്ന് സ്ട്രിപ്പ് ഇട്ട് കൊടുക്കാം. സ്ട്രിപ്പല്ല, ഞെറിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ പീസ് രണ്ടാക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് മടക്കിയിട്ട് തെല്ലത്തേക്കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഞെറിയിട്ട് കൊടുക്കാം. അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം ആ തുമ്പ് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിക്കാം. പിന്നെ അതിൻ്റെ അരികെ ഞാനൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരു ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നൂല് വിട്ട് നമുക്ക് അല്ലെങ്കിൽ ലോക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ നൂലിൻ്റെ അടയ്ക്ക് കൊള്ളരുത്, ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് അരികൊന്ന് അതേമാതിരി ഒന്ന് ഇത് വെച്ചിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരുക്കിയെടുത്താൽ മതി. അപ്പോൾ പിന്നെ ലോക്ക് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇനി ചെറിയ ചെറിയ ഞെറികൾ ഇട്ടിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അറ്റം വരെ ഇങ്ങനെയൊന്ന് ചെറിയ ചെറിയ ഞെറികളാക്കി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കത് നെക്കിൻ്റെ ഉൾവശത്തു നിന്നാണ് ഞാൻ പിടിപ്പിക്കുന്നത്. കാരണം നമ്മളത് അരികൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കടത്തി നമുക്ക് 1/2 ഇഞ്ച് വീതി ഇത് വെച്ചിട്ട് വീതി വെച്ച് നമുക്കതൊന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്കും കൂടി തലത്തെ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കോളർ പോലത്തെ ഒരു നെക്കായിരിക്കും കിട്ടുക. എൻ്റെ നൂലൊക്കെ എക്സ്ട്രാ നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവ് നമുക്ക് പഫ് പോലെ 2-3 ചുരുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നൂലിൻ്റെ ടെൻഷൻ അതൊന്ന് ലൂസാക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടിനൂല് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ പഫായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നൂല് പിടിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് നീക്കി അതിൻ്റെ നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അത്രയും ഭാഗം നിന്ന് ചുരുക്കിട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് ഒരു 5ലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് അടിയിലെ നൂലൊന്ന് വലിച്ചെടുത്ത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ചുരുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പഫായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എത്ര ചുരുക്ക് വേണോ അത്രയും ആവശ്യത്തിനുള്ളത് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആം ഹോള് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടണം. ഇനി ഇതേമാതിരി തന്നെ അതിൻ്റെ തുമ്പത്തും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അടിനൂല് വലിച്ചെടുത്ത് നമുക്ക് അവിടെയും ഞെറിയിട്ട് കൊടുക്കണം ഓപ്പണിംഗ് ഭാഗത്ത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഇതേമാതിരി തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുത്ത് ചുളുക്കിട്ട് കൊടുക്കണം. അപ്പോൾ 2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമാണോ ഓപ്പണിംഗ് ഭാഗത്തിന് എത്ര വിഡ്ത്ത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം, ലൂസ് ആവശ്യം നോക്കിയിട്ട് വേണം നമുക്ക് ആ ചുളുക്കിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ പട്ട വെച്ച് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടേണ്ടത് ഓപ്പണിംഗ് ഭാഗം എനിക്ക് കിട്ടേണ്ടത് ഒരു 4.5 അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടാണ് നിർത്തിയിട്ടാണ് അത് അങ്ങനെ അടിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ വെട്ടി വെച്ച തുണി എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ തുണി നേരത്തെ എടുത്ത് കട്ട് ചെയ്ത തുണി എടുത്തുകൊണ്ട് നമുക്കതൊന്ന് മടക്കിയിട്ട് വെച്ചടിക്കണം. അപ്പോൾ ഇതേമാതിരിയാണ് ഞാൻ ഒരു സ്ലീവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. ഞാൻ പട്ട പോലെ വെച്ചടിക്കുന്നത് പീസ് നമുക്ക് എടുത്തിട്ട് അതൊന്ന് രണ്ടാക്കി വെച്ച് അതൊന്ന് അതിൻ്റെ അരികൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കണ മാതിരി, ആ ഫ്രില്ല് നിൽക്കണ മാതിരി നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമുക്കതൊന്ന് അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ വെച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചും ചെയ്യാം കേട്ടോ. ഞാനത് ക്യാൻവാസ് വെക്കണില്ല, കാരണം നൈസ് അല്ലേ. അപ്പോൾ നമുക്ക് ആ തുണി ഉള്ളിൽ നിന്ന് നിഴൽ വരും. അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസ് വെക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ആം ഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടോപ്പുമ്മ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തള്ളി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയും. ഇതേമാതിരി അതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ടോപ്പുമ്മ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കണ്ടോ സ്ലീവിൻ്റെ അവിടെ ഒരു ചെറിയൊരു പഫ് പോലെ നിൽക്കുന്നുണ്ടോ. ആം ഹോളിൻ്റെ അവിടെ 2 സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തെ സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡും നമ്മുടെ കറക്റ്റ് അളവ് നോക്കിയിട്ട് നമ്മൾ 1.5 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പിട്ടേക്കുന്നത്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ തലത്തെ കൂടെ ഒന്ന്
ആ 1.5 ഇഞ്ച് വീതിയിൽ നമുക്ക് അതൊന്ന് അതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കാം. സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം 4.5 ഞാൻ ഓപ്പണിംഗ് ഭാഗം കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും കൂട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് കറക്റ്റ് ലെവലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ട് നമുക്കതൊന്ന് ആദ്യം ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കി അടിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു 1.25 ഇഞ്ചിലാക്കി ഒന്നും കൂടി ഒരു മടക്കിട്ട് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഞാനിപ്പോൾ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റിനൊന്ന് അതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് അങ്ങനെ അടിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന അലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് വേണം കേട്ടോ മടക്കി കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയ അലാസ്റ്റിക്കാണ് കൊടുക്കണം, അപ്പം ഞാൻ അതനുസരിച്ചുള്ള വീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എലാസ്റ്റിക് ഉള്ളിലേക്ക് പോകുന്ന വീതി നമ്മൾ നോക്കാം, എന്നിട്ട് വേണം നമുക്ക് അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണേ. ഇപ്പോൾ 1 ഇഞ്ചൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വിടുത്ത് കൊടുക്കാം. ഇതൊരു 1/2 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വിടുത്ത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് ഒരു പിന്നിട്ടിട്ട് ഒന്ന് കടത്തിയിട്ട് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് നോക്കാനായിട്ട്. ഞാനിപ്പോൾ അലാസ്റ്റിക് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൻ്റെ ഇട്ടത്തേക്കണതിൽ കുറച്ചുകൂടി കുറച്ചായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു 3 ഇഞ്ചാണ് കുറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒരു പിന്നിട്ടിട്ടൊന്ന് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അലാസ്റ്റിക് വിടാത്ത രീതിയിൽ 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ആക്കി വയ്ക്കുക. അവിടെ ഒന്നും കൂടി ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അലാസ്റ്റിക് ഉള്ളിലിട്ടിട്ട് നമുക്ക് ആ ഭാഗം അതൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. നമുക്കൊരു സ്റ്റിച്ചും കൂടിയും ഇട്ട് കൊടുക്കണം. അതിൻ്റെ നടുവിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി 1-2 സ്റ്റിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ നടുവിൽ കൂടെ ഞാൻ വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബലൂൺ ടൈപ്പ് മോഡൽ പോട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഹുക്ക് വെച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്കിത് ഇട്ട് നോക്കാം. അപ്പം ഞാൻ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ടോപ്പാണ്, ബ്ലാക്ക് സ്ലീവ്ലെസ് ആണ് അടിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ മേലെയാണ് ഈ ടോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.